കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഇടുന്നത്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സൊക്കെ ഇട്ടിട്ട് റീൽസൊക്കെ ഇട്ടിട്ട് കുറച്ച് റീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുക എന്താണ് ഇവിടെ UAE വന്നതിന് ശേഷം വലിയ പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എഡിറ്റ് ചെയ്ത് ലോങ് വീഡിയോസ് അങ്ങോട്ട് ഇട്ടൂടേന്ന്. എന്നാൽ പിന്നെ ഒരു ട്രിപ്പ് വീഡിയോ തന്നെ ആവാം എന്ന് വിചാരിച്ചു. UAE എത്തിയതിന് ശേഷം ലോങ് ട്രിപ്പൊന്നും പോയിരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊച്ചാപ്പാടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ കൊച്ചാപ്പാടെ മോളും ഫാമിലിയും വന്നിട്ടുണ്ട്. അവർ അലൈനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ തിരിച്ച് കൊണ്ടാക്കാൻ പോകുന്നത് ഒരു ലോങ് ട്രിപ്പ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല വാറിന് ശേഷം, പ്രത്യേകിച്ച് ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഫുൾ വഴിതെറ്റിലായിരുന്നു. 3 കാറും 3 സ്ഥലത്തേക്കാണ് പോകുന്നത്. വീണ്ടും കണ്ടുമുട്ടും, വീണ്ടും വഴിതെറ്റും, അങ്ങനെ ചോദിച്ച് പോയിട്ടാണ് അലയും വരെ എത്തിയത്. എൻ്റെ മക്കളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കിടന്ന് ഉറങ്ങും, എഴുന്നേക്കും, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കും, അപ്പനെ തോണ്ടി വിളിക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി അലയിലെത്തിയിട്ട് അവളുടെ റൂമിൽ പോയിട്ടൊന്ന് റിഫ്രഷായി നിസ്കരിച്ചിട്ട് അവൾ പറഞ്ഞു അൽ ജാഹിലി എന്ന് പറഞ്ഞൊരു വലിയ പാർക്കുണ്ട്, അത് അവിടുത്തെ മെയിൻ പാർക്കാണ്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോകുന്നത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം, വിരിക്കുന്ന ഷീറ്റ്, അങ്ങനത്തെ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറും അവളുടെ ഹസ്ബൻഡും കൂടിയിട്ട് അവർ ഫുഡ് അന്വേഷിച്ച് പോയി. എന്നിട്ട് ഏതോ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ബനി പുലാവ് എന്തോ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ നേരം കൊണ്ട് ഞാൻ പെരുന്നാളിനിട്ട് മൈലാഞ്ചിയുടെ ഭംഗിയൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പിള്ളേരുടെ കളിയൊക്കെ നോക്കി നല്ല ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നമ്മളതൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ബനി പുലാവ് എന്ന് പറയുന്നത് ബീഫിൻ്റെ നെയ്യും എല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നൊരു റൈസായിട്ടാണ്. പക്ഷെ നല്ല സോഫ്റ്റും ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട്, അതായത് ടാമറിൻ ഫ്ലേവറൊക്കെ ഉള്ളൊരു ചോറാണ്. അപ്പോൾ അധികം പീസസൊന്നും ഉണ്ടായില്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും നല്ല അടിച്ച് പൂക്കുറ്റി പോലെ കിടക്കുക. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനൊക്കെ ഒരു പൂതി വന്നപ്പോൾ ചാച്ചി എന്ന് വെച്ചാൽ ചായ ലവർ ആയതുകൊണ്ട് ചാച്ചി അതിൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ടീ പൗഡറും ഷുഗറും ഒക്കെ ആയിട്ട്. അപ്പോൾ ചാച്ചി എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചായയൊക്കെ ഇങ്ങനെ ജസ്റ്റ് സിപ്പ് ചെയ്ത് ആ ഒരു ട്രിപ്പിൻ്റെ എസെൻസ് നമ്മൾ ഫീൽ ചെയ്തിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ കളിക്കുന്നതൊക്കെ നല്ല സന്തോഷമുള്ളൊരു സമയമായിരുന്നു അത്. എന്നുവെച്ചാൽ അവൾ നേനെ ഓടി നടക്കുക, പുല്ലിൽ ഷൂ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കിട്ടിയപ്പോൾ മൂപ്പര് ഫുള്ള് തകർത്തിട്ടുണ്ട്. നേന ഓടി അവിടെ കളിച്ചിരുന്ന് ഏതോ കൊച്ചിൻ്റെ ബോളൊക്കെ പിടിച്ചു വാങ്ങി അത് സോർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ജഹാൻ ഓടി. ജഹാൻ നേനെ നോക്കി അവളെ പിന്നാലെ നടക്കായിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്ലേസ് ചെയ്താന്ന് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഡേറ്റ്സ് ഫാമിൻ്റെ ഫാം എന്തോ ഉണ്ട് അവിടെ, അപ്പോൾ അങ്ങോട്ട് പോകാമെന്നും പിന്നെ അത് കഴിഞ്ഞ് ജബൽ ഹഫീദിൽ പോകാമെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.